നിങ്ങൾക്ക് അനാവശ്യമായിട്ട് ചിന്തകൾ വരുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ കൈ കഴുകുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത പോലുള്ള ചില പ്രവൃത്തികൾ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒസിഡി ഉണ്ട് അതെ, അല്ലേ? പേടിപ്പിക്കുകയാണ് ഇത്. അതെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഈ പറഞ്ഞൊക്കെ നമുക്ക് എല്ലാവർക്കും മനുഷ്യർക്ക് അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള തോട്ട്സുകൾ, പല കാര്യം നമ്മൾ പ്രവൃത്തികൾ നമ്മൾ ചെയ്യും. അപ്പോൾ ഇത് ഒരു തരത്തിൽ ഒരു സ്റ്റിഗ്മ ക്രിയേറ്റ് ചെയ്യാണ്. അതാണ് നമ്മൾ അതിലൊരു ചലഞ്ചിങ് ആയിട്ട് നമ്മൾ അതിൽ മൊത്തത്തിൽ എത്ര തരം OCD-കളുണ്ട്? അതെ, ഞാൻ പറഞ്ഞതല്ലോ, നമ്മളിങ്ങനെ OCD എന്ന് പറയുമ്പോൾ അതിനൊരു DSM-3 എന്ന് പറയും. അതൊരു ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു മാനുവലാണ് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ. പക്ഷേ ആളുകൾക്ക് ഒരു ചെറിയ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഇതിനെ മറ്റുള്ളവർ OCD എന്ന് പറഞ്ഞു വരും. ആളുടെ സിസ്റ്ററിനെയും മറ്റേ മദറിനെയൊക്കെ കാണുമ്പോൾ ഒരു ലൈംഗികമായിട്ടുള്ള അവരുടെ ചില ഭാഗങ്ങളിലേക്ക് നോക്കാൻ തോന്നുന്നു. അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പറയുമ്പോൾ അത് അവർക്കൊരു സുഹൃത്തിനോട് പറയാൻ പറ്റില്ല, ഈ വ്യക്തിക്ക് ഇങ്ങനെ തോന്നുന്ന വ്യക്തിക്കും. അപ്പോൾ അങ്ങനെ സുഹൃത്തിനോട് പറഞ്ഞ് നീ എത്രമാത്രം അപകടകാരിയായ മനുഷ്യനാണ്, ഇങ്ങനെയൊക്കെ ആർക്കും തോന്നുന്നു എന്നൊക്കെ വരും. ഇത് ഈ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം. പക്ഷേ ആക്ച്വലി ഇവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഇത്തരം തോട്ട്സുകൾ അതേ പറയുന്നത് ഈഗോ ഡയഗ്നോസ്റ്റിക് തോട്ട്സ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം തോട്ട്സുകൾ അവരുടെ വില്ലിന് ഓപ്പോസിറ്റാണ്. അവരാഗ്രഹിക്കുന്നില്ല ഇത്തരം തോട്ട്സ് വരാൻ. ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നത് എൻ്റെ ബോധമാണ്, എൻ്റെ ബോധകേന്ദ്രമാണ്. പക്ഷേ ഈ തോട്ട്സ് ഉണ്ടാക്കുന്ന ഈ ബോധമല്ല. ബോധത്തിൽ തോട്ട്സ് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ? ശരീരത്തിന്റെ സിസ്റ്റമാണ് ഈ സിഗ്നൽസുകളും തോട്ട്സിന്റെ വഴികൾ അങ്ങനെയാണ്. ലോകത്തെ ഏറ്റവും സങ്കീർണമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അത് മനുഷ്യന്റെ മനസ്സാണെന്നുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യ മനസ്സുകളെ പറ്റിയാണ്. നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ പ്രസാദ് അമൂർ, റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് ആണ്. വെൽക്കം ടു ദി ഷോ സാർ. താങ്ക് യു. ഈ ഒരു മനുഷ്യ മനസ്സെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ അടുത്തായിട്ട് വന്നിരിക്കുന്ന വലിയ പ്രശ്നമായിട്ട് ആളുകൾ പറയുന്ന അല്ലെങ്കിൽ നോക്കിക്കാണുന്ന ഒരു വിഷയമാണ് OCD എന്ന് പറയുന്നത്. ശരിക്കും എന്താണ് OCD? ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരു വലിയൊരു സംഭവമായിട്ട് മാറിയിരിക്കാന്നാണല്ലേ കരുതുന്നത്? അതെ അതെ, ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് ആ വിഷയത്തെ പറ്റി. ഇപ്പോൾ ഗണേഷ് OCD എന്ന് പറഞ്ഞ പറ്റി എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്, എന്താണ് കരുതിയിട്ടുള്ളത് അതിനെ പറ്റി? ഇപ്പൊ കൂടുതൽ പേര് ഇതൊരു ഹൈജീന്റെ ഒരു സംഭവമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പം OCD എന്ന് പറയുന്നത് എന്തോ ഞാൻ കുറച്ചുകൂടി ഹൈജീനിക് ആണെന്ന് കാണിക്കാൻ ആളുകൾ പറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കുറച്ചുകൂടി വലിയൊരു സ്പെക്ട്രമാണ്, കുറച്ചധികം കാര്യങ്ങളുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതെ അതെ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഈ OCD അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷെ അതിലൊരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കും തോറും പ്രശ്നങ്ങൾ സങ്കീർണമാവുകയാണ് ചെയ്യുന്നത്. ഈ കാര്യത്തെ പറ്റി മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ഐഡന്റിറ്റി ഉണ്ടാക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ ഇത് OCD എന്ന് പറഞ്ഞിട്ടുള്ള. കുറേ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ, ഈ OCD ആയിട്ടുള്ള ആളുകൾ, അവരിങ്ങനെ ഇങ്ങനെ കഴുകുന്നു. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ചിന്തകളൊക്കെ വരുന്ന, ഒരുപാട് ഈ ഇൻട്രൂസീവ് ആയിട്ടുള്ള തോട്ട്സുകൾ വരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഐഡന്റിറ്റി ഫിക്സേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ഇത്തരത്തിൽ ലാബിലിംഗ് ആണ് ശരിക്കുള്ള OCD അല്ല. ശരിക്കും ഇതിപ്പോ ഈ OCD എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ലാബിലിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എനിക്ക് OCD ഉണ്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഇപ്പൊ നിങ്ങളിപ്പോൾ OCD പറ്റി മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ വായിച്ചിട്ടല്ല മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ റീൽസ് കണ്ടിട്ടായിരിക്കുമല്ലോ. വീഡിയോസ് കാണുന്നു, വായിക്കുന്നു, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റീൽസ് എടുക്കുന്നു എന്ന് കരുതുക, അതിൽ ഇഷ്ടംപോലെ ഇൻഫർമേഷൻസ് ഇങ്ങനെ പലരും പല വീഡിയോകൾ ഇങ്ങനെ ചെയ്യും. നിങ്ങൾക്ക് അനാവശ്യമായിട്ട് ചിന്തകൾ വരുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ കൈ കഴുകുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത പോലുള്ള ചില പ്രവൃത്തികൾ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് OCD ഉണ്ട് അല്ലേ? അതെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കുണ്ട്. ഈ പറഞ്ഞൊക്കെ നമുക്ക് എല്ലാവർക്കും മനുഷ്യർക്ക് അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള തോട്ട്സുകൾ, പല കാര്യം നമ്മൾ പ്രവൃത്തികൾ നമ്മൾ ചെയ്യും.
അപ്പോൾ ഇത് ഒരു തരത്തിൽ ഒരു സ്റ്റിഗ്മ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ. അതാണ് നമ്മളതിലൊരു ചലഞ്ചിങ് ആയിട്ട് നമ്മളതിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൽഫ് ഒരു ആ, മറ്റേ റെഫറൽ ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു റെഫറൻഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞ ഉം. ഒരവസ്ഥയിലേക്ക് പോകും നമ്മൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ള ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള, അതിലെ അപകടം എവിടെയാണെന്ന് അറിയാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അല്ലേ? ഉണ്ട്. ആ. എവിടെയാണ് പ്രശ്നം, ആം ഐ അതെ. സേഫ് എന്നുള്ളൊരു അതെ ചർച്ച. അതെ അതെ അതെ. അപ്പോൾ ഈ അല്പം ഒരു ഇൻട്രോസെപ്റ്റീവ് ആയിട്ടുള്ള ചില മനുഷ്യരുണ്ട്. എന്ന് വെച്ചാൽ ഇൻട്രോസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ വേണമെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണെന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ശരീരത്തിൽ, എൻ്റെ ഹാർട്ട് മിടിപ്പ് കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരു ഒരു അസുഖമുള്ള ഒരാളെ കൈ പിടിച്ചു അതിലൂടെ എനിക്കൊരു രോഗം പകരുമോ, ഉം. അല്ല അങ്ങനെ ഒരു ആ, നമുക്ക് എല്ലാവർക്കും ഉള്ള ഉണ്ടാവും ചില ഉണ്ടാവും. മനുഷ്യർക്ക് ഒരു ഇൻട്രോസ്പെക്റ്റീവാണ്, കാരണം അവർ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള. ഉം. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ലാബിൽ ചേർത്ത് ഒ സി ഡി ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ പറയാറുണ്ടല്ലോ, എനിക്ക് കുറച്ച് ഒ സി ഡി ഉണ്ട്, അതെ. അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് സംഭവം ഇങ്ങനെ അതെ അതെ പറഞ്ഞു അതെ. പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഉണ്ടാവുന്നത് നമ്മളെ ശരീരം എനിക്കും അല്പം ഒ സി ഡി ഉണ്ട്, അങ്ങനെ ഒരു സജ്ജീകരണത്തിലേക്ക് പോകും. ഈ സജ്ജീകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒ സി ഡി ഉള്ള ഒരു നേച്ചർ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എനിക്ക് ഈ ചിന്ത വരുന്നത്, ഓക്കെ ഓക്കെ. എന്നുവെച്ചാൽ ഇൻഷുസീവ് തോട്ട്സ് വരുന്നത്. നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യും ഈ കാര്യങ്ങൾ. അല്ല, എനിക്കൊരു ഐഡന്റിറ്റി കൊടുക്കുകയാണ്, എനിക്ക് ഒ സി ഡി ആണെന്നുള്ളത്. കാരണം എനിക്ക് ആ ഐഡന്റിറ്റി എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇന്നതൊക്കെ കാര്യങ്ങൾ സിംറ്റംസ് ഉണ്ടോ, എങ്കിൽ നിങ്ങൾക്ക് ഒ സി ഡി ആണെന്നുള്ള റീൽസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടായിരിക്കാം. ഓക്കെ. അപ്പോൾ അതിനെ ഞാൻ പറഞ്ഞു നേരത്തെ സെൽഫ് മറ്റേ റെഫറൻഷ്യൽ ലേണിംഗ് എന്ന് പറയും. നമ്മളുമായിട്ട് അതിനെ ആ ക്ലാസിഫിക്കേഷന് നമ്മളാണ് അത് എന്ന് കരുതുന്ന ഒരു ലേണിംഗ് പ്രോസസ്സാണ്. ഈ ലേണിംഗ് പ്രോസസ്സ് നമുക്കൊരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഉണ്ടാക്കും. അപ്പോൾ ഇപ്പം കാണുന്ന മഹാബഹളം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, കാരണം ആളുകളെ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഇത്ര ഇൻഫർമേഷൻസ് നിങ്ങൾ തന്നെ ഒരു ചാറ്റ് ജി പി ഡിയിലൊക്കെ ഓടിഞ്ഞ് വാട്ട് ആർ സിംറ്റംസ് ഓഫ് ഒ സി ഡി എന്ന് ഒരു കുറേ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ തന്നെ കരുതും, സെൽഫ് റെഫറൽ ആയിട്ടുള്ള ലേണിങ്ങിലൂടെ കരുതും എനിക്കിതുണ്ടെന്നുള്ളതാണ്. ബേസിക്കലി നമ്മളിതിലേക്ക് വരുമ്പോൾ നമ്മളതിൻ്റെ ഒരു സിസ്റ്റം മനസ്സിലാക്കണം. കാരണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രോസെപ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില ആളുകൾക്ക് ഈ ഇൻട്രോസെപ്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇൻട്രോസെപ്ഷൻ മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു 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 ഇൻഫർമേഷൻ അത് കണ്ടുപിടിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇൻട്രോസെപ്ഷൻ എന്ന് പറഞ്ഞൊരു ലേണിംഗ് പ്രോസസ്സ്. ഇത് ഫിസിക്കലി മെന്റലി നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയോ അതോ മെന്റലി മാത്രമാണോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ തലച്ചോറിന് അറിയില്ല, നമ്മളെല്ലാവരുടെയും തലച്ചോറിന് അറിയില്ല. അതാണ് അതിൻ്റെ ഒരു വലിയൊരു കാര്യം. എന്താണ് ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത് തലച്ചോറിന് അറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ കാരണം വെച്ചാൽ അതിന് ഇൻട്രോസെപ്ഷൻ, കാരണം വെച്ചാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പല സിഗ്നൽസ് വരും. അപ്പോൾ ചില സമയത്ത് നമ്മളെ ഹാർട്ട് റേറ്റ് ഉയർന്നിരിക്കും. അതെന്താ വെച്ചാൽ ഹോർമോണിൽ വല്ല ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ഗട്ടിൽ വരുന്ന ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. ഗട്ട് അല്ലെങ്കിൽ സ്ലീപ്പ് കുറഞ്ഞാലും അങ്ങനെ വരും. ഈ സമയത്ത് എന്ന് പറയുകയാണെങ്കിൽ ഹാർട്ട് റേറ്റ് അടിക്കുമ്പോൾ ഹാർട്ട് റേറ്റ് പൾപിറ്റേഷൻ വരുന്ന സമയത്ത് തലച്ചോറ് കരുതുന്ന എന്തോ ഒരു പ്രശ്നം ശരീരത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മുൻ അറിവുമായിട്ട് ബന്ധപ്പെട്ട് ഹാർട്ട് റേറ്റ് കൂടി കഴിഞ്ഞാൽ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് കരുതുകയാണ്. അപ്പോൾ തലച്ചോറ് എപ്പോഴും ശരീരത്തിലുള്ള സിഗ്നൽസുകൾ എന്താണ് ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ നെർവസ് സിസ്റ്റം ബ്രെയിൻ്റെ മേൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇൻസുല എന്ന് പറഞ്ഞൊരു ഏരിയ, ഇൻസുല അതുപോലെ തന്നെ അതാണ് ഇങ്ങനെ ഈ ഒരു മാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തലച്ചോറ് ഒരു ഏരിയ ഉണ്ട്, ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇതാണ് എന്തൊക്കെയാണ് എറർ ഡിറ്റക്ട് ചെയ്യുന്നത്, ബോഡിയിൽ വരുന്ന സിഗ്നൽസ് പലപ്പോൾ എററായിരിക്കും. പിന്നെ അതിന് ശേഷമാണ് ഒരു സാലിഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഏതൊക്കെ പരിഗണിക്കണമെന്നുള്ളത് മനസ്സിലാക്കുന്നത്. പിന്നെ അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിലേക്ക് പോകും. ഇതൊരു മില്ലി സെക്കൻഡ് കൊണ്ട് നടക്കുന്ന, ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നടക്കുന്നുണ്ട് ഇതൊക്കെ, നമ്മളതിനെപ്പറ്റി അവെയർ അല്ല എന്ന് മാത്രം. അപ്പോൾ എന്നിട്ടാണ് നമുക്ക് എന്താണെന്ന് പറയുക, ഈ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിലേക്ക് വന്നതിന് ശേഷം പിന്നെ പഴയ മെമ്മറി എന്ന് വെച്ചാൽ മുൻ അനുഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളത് ഹിപ്പക്കാമ്പസ് ചെക്ക് ചെയ്യുക അത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഒരു ചിന്തയുണ്ടാവുന്നത്.
ഇതാണ് ഇൻട്രോസെപ്ഷൻ്റെ ഒരു നമ്മൾ ഇൻട്രോസെപ്ഷൻ ആ നെറ്റ്വർക്ക് ഇങ്ങനെ ആവുന്നത്. അപ്പോൾ നമ്മുടെ തലച്ചോറ് ഒരിക്കലും ശരീരത്തിൽ നടക്കുന്നത് ഈ സിഗ്നൽസ് വഴി പരിശോധിക്കുകയാണ്. അത് സത്യമാണെന്നില്ല. ഓക്കെ. ആ. ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തലച്ചോറ് കരുതുന്നത് സത്യമല്ല. പല എററും സംഭവിക്കും. അപ്പോൾ ആ. അതിൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില ആളുകൾ വരാറില്ലേ, എനിക്ക് ഹാർട്ട് അറ്റാക്ക്, എനിക്ക് ഹാർട്ടിന് എന്തോ കേടുണ്ട് ഡോക്ടറെ എന്ന് ഓക്കെ. ആ. പറഞ്ഞ് വരാറില്ലേ. ആ. അപ്പോൾ തലച്ചോറ് ഇത് അറിയാവാണെങ്കിൽ അങ്ങനെ അങ്ങനെ വരില്ലല്ലോ. ഓക്കെ. ആ. തലച്ചോറിന് അത് അത് മനസ്സിലാക്കാൻ പറ്റില്ല. എറർ എന്ന് പറഞ്ഞാൽ ഒരു പ്രഡിക്റ്റീവ് എററിലേക്ക് പോകും. ഉം. അപ്പോൾ കാരണം എന്ന് പറയുകയാണെങ്കിൽ തലച്ചോറ് ലോകത്തിനെ മനസ്സിലാക്കുന്നത് കണ്ടിട്ടല്ല, അതിന് മുന്നേ തന്നെ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഈ സിഗ്നൽസ് വഴി. ഓക്കെ. അതുകൊണ്ടാണ് ഈ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ച ഈ OCD എന്ന് പറഞ്ഞ ഒരാളെ ലേബൽ ചെയ്യുമ്പോൾ ഉം. ആ ലേബൽ ഒരു സജ്ജീകരണമായിട്ട് മാറുകയും അത് ആളുടെ ജീവിതമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് എനിക്ക് അല്പം OCD ഉണ്ട്, അതുകൊണ്ട് ഞാനത് ചെയ്തു. ഉം. അപ്പോൾ എൻ്റെ നെറ്റ്വർക്കും ബയോളജിയും ഒക്കെ OCD ഉള്ള ആ ഒരു നമ്മൾ മനസ്സിലാക്കിയ ആ ട്രൈറ്റുകൾ കാണിക്കാൻ വേണ്ടി ഒരു ഓക്കെ. ഇത് പരിപാടി വരും. തുടങ്ങും. അതാണ് ഇത്. സോ അങ്ങനെ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു ഓക്കെ. സംഭവത്തിന്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരാളെ ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ അയാളിലേക്ക് ഈ ട്രെയ്റ്റ്സുകൾ വരും എന്നാണ് ഒരു പറയുന്നത്. ജൈവ സജ്ജീകരണം എന്തെന്ന് വെച്ച് അതിന് കഴിഞ്ഞാൽ വേണ്ടിയിട്ട് ഒരു ചേഞ്ചസ് ബോഡിയിൽ നടക്കും. ബോഡിയിൽ ഓട്ടോമാറ്റിക് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ലേബൽ കൊടുക്കുമ്പോൾ ആ ലേബൽ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഞാനെന്നുള്ളത് വിശ്വാസം, അതൊരു ബിലീവിങ് ഏരിയ നമ്മളിലുണ്ട്. ഉം. നമ്മളെപ്പോഴും ഒരു കാര്യത്തിൽ ഒരു കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ നമ്മൾ കടന്നു പോകുന്നത്. കാരണം ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ചെറിയ കുട്ടികൾ ഉം. ഇപ്പോൾ അപരിചിതരായവരെ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു പേടി വരും. ആ. പേടി എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് പേടിയാണെന്ന് അറിയില്ല. എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഹാർട്ട് റേറ്റ് ഉയരും. ഓക്കെ. പിന്നെ ചിലപ്പോൾ കുട്ടിയുടെ മുഖമൊക്കെ ഒരു ഇതിലാവും. അപ്പോൾ അമ്മ ചോദിക്കും, അല്ലെങ്കിൽ ചുറ്റുള്ളവർ, നീ എന്താ പേടിച്ചോ? ഉം. കുട്ടിക്ക് അത് പേടിയാണെന്ന് അറിയില്ല. ഓക്കെ. ഓക്കെ. ആ. അപ്പോൾ ഉടനടി കുട്ടിയുടെ തലച്ചോറ് പേടി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണെന്നുള്ള ഈ ഫീലിംഗ് ആണ് പേടി. പേടി എന്ന് ഓക്കെ. ആ. മനസ്സിലാക്കും. ഇതിനെയാണ് ഒരു ആത്മകഥ ഉണ്ടാക്കുക, സ്വന്തം സെൽഫ് അങ്ങനെ ബിൽഡ് ചെയ്യുന്നത്. ഉം. അപ്പോൾ നമ്മൾ പറയാറില്ലേ, നീ പേടിയുള്ള ആളാണ്, ഉം. ആൾ സത്യസന്ധനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലേക്ക് മനുഷ്യർ ചെറുപ്പം മുതലേ പോകും. ഉം. അപ്പോൾ ചില കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ, ഉം. അല്ലെങ്കിൽ ഇവിടെ ഒരു ഇത് പറ്റിയിട്ടുണ്ട്, ഒരു ഇത് എന്താണ് പ്രശ്നം, ആങ്സൈറ്റി പോലെ ആ, കാണിക്കുമ്പോൾ മനസ്സിലായി. അത് സാധാരണ ചിലർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പം നീ എന്തിനാണ് പേടിക്കുന്നത്, ഓക്കെ. അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ അത് അവരുടെ നേച്ചറായിട്ട് മാറും. ഓ. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അങ്ങനെയാണ് ഇതൊക്കെ ഒരു ഫോം ചെയ്യപ്പെടുന്നത്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ഓ, ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇങ്ങനൊരു ബിഹേവിയറിൽ തുടങ്ങി പിന്നെ ഇത് വലുതായി വലുതായി വരുന്നതാണ്. അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു സ്പെക്ട്രമായിട്ടാണ് കാണാൻ പറ്റുക. ഇതൊരു ബോഡിയുടെ ഒരു നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ വരും. നമ്മൾ ഈ പറഞ്ഞ സിവിയറായിട്ട് വരുന്ന ചില നെറ്റ്വർക്ക് എററുണ്ട് ഉം. സംഭവിക്കുന്നത്. അതൊക്കെ വളരെ അഡോപ്റ്റീവായിട്ടും പിന്നെ ചില ജനറ്റിക് പ്രീഡിപ്പൊസിഷൻസും ഉണ്ട് അതിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലുള്ള പല കാര്യങ്ങളും ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എല്ലാം കൃത്യമായി ഡിസൈൻ ചെയ്തിട്ടല്ല. ഡിസൈൻ ചെയ്തിട്ടല്ല. അല്ലല്ലോ. ആ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പം നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ, ഗണേശ് എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖം ഞാൻ കാണുമ്പോൾ നിങ്ങളൊരു ചരിത്ര പുസ്തകമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വർഷങ്ങളോളം എന്ന് വെച്ചാൽ നിങ്ങൾ ജീവിച്ച് ഇത്രയും വർഷമായെങ്കിലും ഉം. ഇത് ആയിരക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ അനുഭവിച്ച ഒരു ബയോളജിയാണത്. എൻ്റെ നിങ്ങളിലൊക്കെ എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ റെസ്പിറേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ശ്വസിക്കുന്നത്, നിങ്ങളുടെ ഹാർട്ട് റേറ്റ്, നിങ്ങളുടെ ബോഡിയുടെ ടെമ്പറേച്ചർ, ഇതൊക്കെ എങ്ങനെ വേണമെന്നൊക്കെ നിശ്ചയിക്കുന്നത് ഈ വർഷങ്ങളായിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുണ്ടാവുന്ന ഒരു ബയോളജിക്കൽ സിസ്റ്റമാണത്. അത് ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും. ഓക്കെ. ഓക്കെ. ഇപ്പോൾ നമ്മൾ നേരത്തെ വരുമ്പോൾ ഈ ചില വീടുകളിലൊക്കെ അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉള്ള ഉം. ഒന്നും കൂടിയും അതിനെപ്പറ്റി പേടിയാണെന്നും പറയില്ല, അതൊക്കെ ചെയ്യണം എന്ന് പറയും. ഉം. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ആ തരത്തിലുള്ള ഒരു ബയോളജി സിസ്റ്റമായിട്ട് നമ്മളെ ബോഡി ബിൽഡ് ചെയ്യപ്പെടും. നമ്മളിപ്പോൾ 24 നോർത്ത് കഥ സിനിമയിലൊക്കെ ആ ക്യാരക്ടറിന് OCD ഉണ്ട്. OCD ഹൈജീൻ റിലേറ്റഡ് ആണ്, പിന്നെ പാറ്റേൺസ് റിലേറ്റഡ് ആയിട്ടൊക്കെ OCD ഉള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ ആ സിനിമ കാണിക്കുന്ന ഒരു നെറേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ കുറച്ച് ഫണ്ണി ആയിട്ടാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്.
പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ OCD ഉള്ള ഒരാളുടെ ലൈഫ് എത്രത്തോളം മിസറബിൾ ആയിരിക്കും, അയാളുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ അയാളുടെ ഒരു ക്യാരക്ടറൊക്കെ ഇതുമായിട്ട് ഡീൽ ചെയ്യല്ലേ കണ്ടിന്യൂസ് ആയിട്ട്, അതെങ്ങനെയായിരിക്കും? ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ഞാൻ അതിനെ OCD എന്ന് ലേബൽ ചെയ്യുന്നില്ല, ഒരു സ്പെക്ട്രമാണത് അത്തരത്തിലുള്ള കാറ്റഗറി. നമ്മൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറയുന്നത് ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. കേൾക്കുന്നവർക്ക് ഇഷ്ടംപോലെ OCD അത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവം ഉണ്ടല്ലോ അല്ലേ, ഇങ്ങനെ വരുന്നതൊക്കെ. അതിൻ്റെ കൂടെ നമ്മളും അപ്പോൾ ഇത് സംഭവിക്കണമെന്ന് പറയുമ്പോൾ മറ്റേ ഈ ഒരു മിസറബിൾ എന്ന് പറയുമ്പോൾ അവർ അവരിങ്ങനെയുള്ള ഒരു തോട്ട്സ് വരുന്നു. നമുക്കെല്ലാവർക്കും വരുന്നതാണ് അത്തരം തോട്ട്സുകൾ. അവരതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നെറ്റ്വർക്ക് അവരിലുണ്ട്, ഇൻട്രോസെപ്ഷൻ എന്നൊക്കെ പറഞ്ഞു. അത് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നെറ്റ്വർക്ക് വരുമ്പോൾ അത് ഫീഡ് ചെയ്യുന്നൊരു പ്രവർത്തനമുണ്ട്, അതാണ് റിച്വൽസ്. അത് ചെയ്യുമ്പോഴാണ് അവർക്ക് ആശ്വാസം കിട്ടുന്നത്. അതിന് ഫീഡാണത്. കൈ കഴുകുക എന്ന് പറയുമ്പോൾ കൈ കഴുകുമ്പോൾ അത് അതിനുള്ള ഒരു തീറ്റയാണത്. അപ്പം ആ തീറ്റ കൊടുക്കുമ്പോൾ അതൊന്ന് ശാന്തമാവും, വീണ്ടും അത് കഴുകുക, അപ്പോൾ ഒരു ശാന്തത കിട്ടും. അപ്പോൾ ചിലർ കുറേ കാലമായിട്ട് ഇത് റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്, ഇത്തരം കാര്യം. അപ്പം അവരെ മിസറബിൾ ആണെന്ന് പറയുമ്പോൾ അത് ആദ്യഘട്ടത്തിലൊന്നും വ്യക്തിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു ശല്യമായിട്ട് തോന്നില്ല, അവർക്ക് തന്നെ തോന്നില്ല. തുടക്കത്തിൽ കാരണം അവർക്ക് ആശ്വാസമല്ല കിട്ടുന്നത്, റിലീഫാണ്. ഇപ്പോൾ ഞാൻ ഒരാൾ ഇതുപോലെ സംസാരിച്ചു പോയപ്പം അയാൾക്ക് ഇങ്ങനെ അവരെ സഹോദരിയുടെ ഒരു മരണത്തിലേക്ക് നോക്കുന്നു, അങ്ങനെ ഒരു ഇതാണ് അവർക്ക് ഉണ്ടായത്, നോട്ടം പോകുന്നു എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ ആള് അതിനുശേഷം പോയിട്ട് തുപ്പുകയാണ് ചെയ്യുക, പുറത്തു ആരും കാണാതെ തുപ്പുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആൾക്കൊരു ആശ്വാസം കിട്ടുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഈ വ്യക്തികൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഐഡിയൽ മറ്റേ ഈഗോ ഡൈസോണിക് ആയിട്ടുള്ള ഒരു തോട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം തോട്ട്സുകൾ അവർക്ക് ആ വ്യക്തിക്ക് ഹിതകരമായിട്ടുള്ളതല്ല. ആ തോട്ട്സ് അവർ വാല്യൂവിന് എതിരായിട്ടുള്ളതല്ല. അതിനർത്ഥം അത് എററാണ്, ബോഡിയുടെ എററിന്ന് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇത് വരുമ്പോൾ അവരങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ തുപ്പുന്നു, ആദ്യം കുറച്ചൊക്കെ തുപ്പും, പിന്നെ കൂടുതൽ കഴിയുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഈ തുപ്പുന്ന സമയത്ത് ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടാവില്ല ചിലർക്ക്. ഞാൻ ഇങ്ങനെ തുപ്പുന്നു ഒരു ഇതിൽ, പിന്നെ അവരൊരു ഇൻസൈറ്റ് ഉണ്ടാകുന്ന ഇത് വലിയൊരു പ്രശ്നമാണല്ലോ എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. അങ്ങനെയാണ്. അപ്പോൾ അവർ കൂടെ ജീവിക്കുന്നവർക്കും ബേസിക്കലി അവരുടെ നെർവസ് സിസ്റ്റം ഈ വളരെ ഇതാവുമല്ലോ, ഒരു ഹൈപ്പർ ആയിട്ടുള്ള ഒരു വിജിലൻസ് ഇതൊക്കെയുള്ള പെട്ടെന്ന് ഇങ്ങനെ ഇതാവില്ല. അപ്പോൾ കൂടെയുള്ളവർക്കും നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇൻഫെക്ഷസ് ആണത്. എന്ന് വെച്ചാൽ ആ പേടി വരും, ആദ്യം ഇത് എന്താണെന്ന് അറിയില്ല, അങ്ങനെയാണ്. അപ്പം ഇതിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന ഇത്തരം റിച്വൽസ് ആണ് കമ്പൽഷൻസ് എന്നൊക്കെ നമ്മൾ പറയല്ലേ, കമ്പൽസീവ് ആവുക എന്ന് പറയുന്നത്. അതാണ് ഇത് കൂട്ടുന്നത്. അതാണ് മിസറബിൾ ആക്കുന്നവർ, ലൈഫിനെ മിസറബിൾ ആക്കുന്നത്. അപ്പോൾ അത് മാറുന്ന കാര്യങ്ങളിലേക്ക് ഇത് എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു സംഭവത്തിലേക്ക് വരുമ്പോൾ കാരണം പലർക്കും ഇത് മാറണമെന്ന് ആഗ്രഹം ഉണ്ടാവും പിന്നീടൊക്കെ വരുമ്പോൾ. ലൈഫ് മിസറബിൾ ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പല കേസസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ഡിവോഴ്സിലേക്കൊക്കെ പോകുന്ന കേസസുകൾ വന്നിട്ടുണ്ട് OCD കാരണം. കണ്ടിട്ടുണ്ട്, അത് വരും. അപ്പോൾ അതൊക്കെ ഭയങ്കര മിസറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ലേ ലൈഫ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ? അതെ. മാത്രമല്ല ഇത്തരം പോപ്പുലർ സിനിമകളിൽ ഇത് കാണിക്കുമ്പോൾ ആളുകൾക്ക് ഒരു സ്റ്റിഗ്മ കൂട്ടുന്നുണ്ട്. അത് എന്നുവെച്ചാൽ സ്റ്റിഗ്മയാക്കും. കാരണം ഇങ്ങനൊരു പ്രശ്നം ഉള്ളത് വെച്ചാൽ വലിയ ഭീകരമാണെന്നില്ല ലെവൽ അവതരിപ്പിക്കും. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഭീകരമായിട്ട് ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെൽഫ് റെഫറൻഷ്യലായിട്ട് തിങ്കിങ് കൊണ്ടാണ്. എന്ന് വെച്ചാൽ അവരങ്ങനെ സെൽഫായിട്ട് ഇങ്ങനെ ഇതായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് ലേണിങ്ങിലൂടെയാണ് അത് വരുന്നത്. സെൽഫ് റെഫറൻഷ്യൽ ലേണിംഗ് ആണ്. ഈ ലേണിംഗ് ആണ് ഈ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി ഉണ്ടാക്കുന്നത്. അവർക്ക് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഈ ലൈഫ് മിസറബിൾ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ചില സമയത്താണ് ഈ കമ്പൽഷൻസ് കൂടുക. അവിടെ മനസ്സിലാക്കണം, ചില സമയത്താണ് കൂടുന്നത്. ആ സമയത്ത് നെറ്റ്വർക്ക് സംവിധാനം ഉണ്ടാക്കുന്ന ന്യൂറൽ ശരീരത്തിൻ്റെ സിസ്റ്റത്തിന് വരുന്ന എറർ കൂടുതലാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ആ വ്യക്തിക്ക് ഇന്റേണൽ ബയോളജിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് കരുതുക, മൈക്രോ ന്യൂട്രീഷനിൽ കുറവാണ്, ഗട്ട്
ഇഷ്യൂസുകളുണ്ട്. ഇപ്പോൾ ഗട്ട് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെറ്റബോളിക് എനർജി എന്ന് പറയും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു ഊർജ്ജം കൃത്യമായി സ്വരൂപിച്ച് അതിന് വിതരണം ചെയ്യുന്ന സിസ്റ്റം ഉണ്ടല്ലോ, അതിൽ വരുന്ന എറർ, അതിൽ ബാക്ടീരിയകളുണ്ട്. അപ്പോൾ സെറട്ടോണിൻ്റെ ഉൽപ്പാദനം കുറയും, ഉം. അതിൽ വരുന്ന ഗട്ട് ഹെൽത്ത് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ അതുപോലെ മറ്റുള്ള ചില ഇഷ്യൂസുകൾ, രോഗങ്ങൾ, അവസ്ഥകളൊക്കെ വരുമ്പോൾ ഇതനുസരിച്ച് ഇത് കൂടും. ഓക്കെ. അപ്പോൾ സിവിയർ ആവും കുറെ കൂടി. ചില കണ്ടീഷൻസ് ഇത് കൂടാറുണ്ട് ഇത്തരം ഉം. കണ്ടീഷനിൽ. അപ്പോൾ നമ്മൾ അതിനെ ഒന്നാമത് ഈ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റിയുടെ ഏരിയയിൽ അവർ പോകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്ത് നിർത്തുകയാണ് ആദ്യം വേണ്ടത് നമുക്ക്. ഇതിന്റെ റീൽസ് കാണുന്നത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട്. ആ പരിപാടി കുറച്ച് നിർത്തി കഴിഞ്ഞാൽ ഇതാവുമ്പോൾ ഇതിങ്ങനെ എനിക്കിത് ഉണ്ടെന്നുള്ള രീതിയിൽ സെൽഫ് റെഫറൽ ലേണിങ്ങിലേക്ക് പോകുമല്ലോ, ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റെഫറൻഷ്യൽ ഇങ്ങനെ. ലേണിങ്ങിലേക്ക്. അതെ. അപ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഇതിപ്പോൾ നമ്മളൊരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് സൊല്യൂഷൻ കാണാത്തതുകൊണ്ടാണ്. ഉം. അതെ അതെ അതെ. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് പോകുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലല്ലോ, നിങ്ങൾക്ക് അറിയാം എങ്ങനെ പോകണമെന്നുള്ളത്. എന്നാൽ നിങ്ങളൊരു പരിചയമില്ലാത്ത സ്ഥലത്ത് എത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കും എവിടെയാണ് എൻ്റെ താമസ സ്ഥലം, എങ്ങനെ പോവും എന്നൊക്കെ ഉള്ളത്. അതെ. അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ രൂപപ്പെടുത്തുക, അതിനുള്ള സൊല്യൂഷൻ നോക്കുക എന്നുള്ളത് നമ്മുടെ തലച്ചോറ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് ഈ റിച്വൽസ് ചെയ്യുന്നവർക്ക് ഇത് എങ്ങനെ മാറ്റണം എന്നറിയില്ല. മാത്രമല്ല അതിനെന്ത് ചെയ്യണം എന്ന് അവർ അത് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ടാകുമ്പോൾ അത് ഒരു പെർമനൻ്റ് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. മിസറബിൾ ആയിരിക്കും ലൈഫ് അങ്ങനെ അവസ്ഥയിൽ. പക്ഷെ ഇത് ഇവർക്ക് മാത്രമല്ലല്ലോ മിസറബിൾ, ഇത് ഇവരുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്കും ഇതൊരു മിസറബിൾ കണ്ടീഷൻ അല്ലേ? ഇവരുമായിട്ട് കോപ്പ് ചെയ്ത് പോകാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ആളുകൾക്ക്. കാരണം ഇപ്പോൾ ഇത്തരം കണ്ടീഷൻസ് വളരെ കൂടി വരുന്നുണ്ട്. കാരണം ഈ ഇപ്പോൾ റീലൊക്കെ കണ്ടിട്ട് കൂടി വരുന്നതാണോ? അതുണ്ട്. ഇല്ലാത്ത കാര്യം ഇങ്ങനെ എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. മറ്റേ എന്റെ വയറ്റിൽ ഉണ്ട്. കുതിരയുണ്ട് ആ ഒരു സംഭവമാണോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകൾ ഇതിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നില്ല, OCD മാത്രമല്ല, BPD എന്ന് പറയാറുണ്ട്, ആ പിന്നെ നാർസിസ്റ്റ് എന്ന് പറയാറുണ്ട്. അതെ അതെ. ഈ OCD ഉള്ളവരിൽ തന്നെ ഈ രണ്ടാമത് പറഞ്ഞ നാർസിസ്റ്റിക് ആ പേഴ്സണാലിറ്റി ഡിസോർഡർ കാണാറുണ്ടെന്ന് പറയും. അതന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ നാർസിസ്റ്റ് എന്ന് പറയുന്നു. ആ അപ്പോൾ ഈ റീല് കണ്ടിട്ടുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, റീൽസുകളോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മൾ ഇൻഫർമേഷൻ സ്റ്റോറിൽ നിന്ന് കണ്ടിട്ടുണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും സ്വന്തം കാര്യം നോക്കി നടത്തുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിൽ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇമോഷൻസ് റോളർ കോസ്റ്റർ വരുന്നു, നിങ്ങൾക്ക് ഇതൊക്കെയാണ് നാർസിസ്റ്റിക് ആണ് എന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലതും നമുക്ക് കിട്ടുമ്പോൾ ഇത് മനസ്സിലാക്കി റീല് കണ്ടിട്ടോ മറ്റുള്ളവരോട് ആരോപിക്കും നീ നാർസിസ്റ്റാണ്, അല്ലെങ്കിൽ നീ BPD ആണ്, അല്ലെങ്കിൽ മറ്റേ OCD ആണ്, OCD-കാരനെ കൂടെ ജീവിച്ചു മടുത്തു എന്തൊക്കെയല്ല. അപ്പം അവർ ഒരു ഡയഗ്നോസിസ് ലെവലിലേക്ക് പോകും. നമുക്കൊരു പനി വന്നുവെങ്കിൽ പനിയാണെന്ന് പറയാം, ഫ്ലൂ ആണെന്ന് നമുക്ക് ഒരാളുടെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതുപോലെ നമുക്ക് ഇതിനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഐഡൻറ്റിറ്റി ഫിക്സേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് ബയോളജിക്കൽ മാർക്കേഴ്സ് ഇല്ല. ബയോളജിക്കൽ മാർക്കേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നാർസിസ്റ്റ് ആണ് എന്ന് പറയുന്നതിന് തലച്ചോറിൽ ഇന്ന ഏരിയയിലാണ് നാർസിസം എന്നുള്ളത്. ഇപ്പം നമുക്ക് ട്യൂമർ ആണെങ്കിൽ ഇന്ന ഭാഗത്താണെന്ന് പറയാം, അല്ലേ? പനിയാണെന്നുള്ള ഇന്ന് വൈറസോ ബാക്ടീരിയ ആണെന്ന് പറയാം. അതുപോലെ ഒരു ബയോളജിക്കൽ മാർക്കർ, ബ്ലഡ് ടെസ്റ്റോ ഒന്നും ഈ കണ്ടുപിടിക്കാനില്ല. ഇങ്ങനെയുള്ള ആളുകൾ ഇല്ല, അതില്ല. OCD ആണെന്ന് മറ്റേ പറയാനായിട്ടില്ല. അല്ല, പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഡോക്ടറിനോട് വരികയാണെങ്കിൽ? അതെ, നമ്മൾ അതിനെ ഒരു OCD ആണെന്ന് പറഞ്ഞ് ലാബിൽ ചെയ്യാറില്ല ആളുകളെ. ഒന്നാമത്തത് അത്ര സ്പെക്ട്രമായിട്ട് നമ്മൾ അതിനെ കണക്കാക്കിയിട്ട് അത് ഓവറായിട്ടുള്ള ത്രെറ്റ് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ഡിസ്റെഗുലേറ്റർ ആയിട്ടുള്ള നെർവസ് സിസ്റ്റം ഉള്ള ഈ കാറ്റഗറിയിൽ പെടുന്ന ആളുകളായിട്ടാണ് നമ്മൾ കണക്കാക്കുക. അങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നത്, ഒരു സ്പെക്ട്രമായിട്ടാണ് കാണുന്നത്. അതിൽ പ്രത്യേകമായിട്ട് OCD ആണ്, BPD ആണ്, നാർസിസ്റ്റ് ആണെന്ന് അങ്ങനെ നമ്മൾ ആധുനികമായിട്ട് അങ്ങനെ പറയാറില്ല. കാരണം ഇതൊക്കെ ഒരു ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളും കമ്പൽഷൻസും ഒക്കെ വരുന്നത് ന്യൂറൽ നെറ്റ്വർക്കാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇങ്ങനെ മറ്റുള്ള കണ്ടീഷൻസോ രോഗങ്ങൾ നിർണ്ണയിക്കുന്ന പോലെ ഇന്നതാണ് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പിന്നെ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്? അസസ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? അതിന് ആ വ്യക്തിക്ക് ഇൻഫ്ലമേഷൻ പരിശോധിക്കും. അതുപോലെ തന്നെ ആളുടെ സ്ട്രെസ് ലെവൽ ഒക്കെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ആൾ പറയുന്ന ചില ഡാറ്റകൾ വെച്ചിട്ട് ക്രോസ് റെഫറൻസ് ചെയ്തിട്ട് ഇത്ര കാറ്റഗറികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ടാണ് നമ്മൾ അതിന് കൊടുക്കുന്നത്. കാരണം ഐഡന്റിറ്റി കൊടുക്കാതെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ക്ലിനീഷ്യൻസിൻ്റെ ഇടയിൽ നമുക്കൊരു ഐഡന്റിറ്റി ക്ലാസിഫിക്കേഷൻസ് കൊടുക്കും. ഇത്തരം ഒരു സ്പെക്ട്രത്തിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ OCD ആവാം, അത് ഇത്ര പെട്ടെന്നാണെന്ന് പറയും. പക്ഷെ നമ്മൾ
അത് നമുക്ക് ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്കാണ്. ഇപ്പം നമ്മൾ കൊച്ചി എന്ന് പറയുമ്പോൾ കൊച്ചി എവിടെയാണ്? ഇവിടെ കൊച്ചി എന്ന് പറയാം. അവിടെ പോയാലും കൊച്ചി എന്ന് പറയാം. എല്ലായിടത്തും പറയാം. പക്ഷേ ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് ആണത്. ഓക്കെ. അതുപോലെയാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഐഡന്റിറ്റി കൊടുത്തു കഴിഞ്ഞാലും ഇപ്പം 100 കൂട്ടം ഐഡന്റിറ്റികൾ കൊടുക്കാൻ പറ്റും അങ്ങനെ. ഉം. ഈ ഹൺഡ്രഡ്സ് ആയിട്ടുള്ള ഈ ഡയഗ്നോസിസ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ ഈ പോപ്പുലർ ആയിട്ടുള്ള OCD, നാർസിസ് ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. BPD എന്നൊക്കെ പറയുന്നതാണ്. ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നതാണ് അത്. ഉം. അതല്ലാതെ ആയിരക്കണക്കിന് ഇങ്ങനെയുള്ളതൊക്കെ പറയുന്നുണ്ട് പലതും. അപ്പം അത് കാരണം മനുഷ്യർക്ക് ഇത് കൗതുകവും മനുഷ്യർക്ക് മറ്റുള്ളവരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലുള്ള ഒരു ആകാംക്ഷയൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിങ്ങനെ പോപ്പുലറായിട്ട് നിൽക്കുന്നത്. അപ്പം അങ്ങനെ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആധുനികമായിട്ട് ചെയ്യേണ്ടത്. കാരണം കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം കൂടും. ഓക്കെ. ഇതിപ്പോ നമ്മൾ പേഷ്യന്റിനോട് പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ ഇയാൾ ഇന്ന ടൈപ്പ് ഓഫ് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ആളാണെന്ന്. അപ്പോൾ ഇതൊരു ഇങ്ങനെ ടൈപ്പ് ഇപ്പോൾ നാർസിസ്റ്റിക് ആണെന്ന് പറഞ്ഞ ഒരാൾ മനസ്സിലാക്കി, ഐഡന്റിഫൈ ചെയ്തു, അസസ് ചെയ്തപ്പോൾ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും എങ്ങനെയായിരിക്കും ട്രീറ്റ്മെന്റ് ചെയ്യുക? ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു രോഗമല്ല ഇരിക്കുന്നത്. ഉം. അങ്ങനെയുള്ള കാറ്റഗറിയിലൊക്കെ പെടുന്നത്. രോഗമായിട്ടല്ല അത് വരുന്നത്. അത് അവരുടെ ചില ഇൻസെക്യൂരിറ്റീസ് ഉള്ള നെർവസ് സിസ്റ്റം ഉണ്ട് അവർക്ക്. ഉം. ഒരു മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ ചില തിക്താനുഭവങ്ങൾ, ഹൈപ്പറായിട്ടുള്ള ചില വിജിലൻസ്, അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ഇങ്ങനെയുള്ള ഫീലിംഗ് ഉണ്ടാകുന്ന വ്യക്തിക്ക് അനുഭവങ്ങളിലൂടെയാണ് അവർ കടന്നു പോയിട്ടുള്ളത്. ഉം. അതിൻ്റെ വെളിച്ചത്തിൽ ചില ആളുകളോട് അവർക്ക് ചില സംശയങ്ങൾ, സസ്പീഷ്യസ് പോലൊക്കെ തോന്നും. ഇപ്പോൾ ഉദാഹരണത്തിന് ആൾക്ക് നമ്മൾ ഒരു ഒരു സദസ്സിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ആളുകൾ എന്നെപ്പറ്റി എന്താണ് കരുതുന്നുണ്ടായിരിക്കുക എന്നുള്ളതും അവരുടെ മുഖം, കണ്ണുകൾ, ചലനങ്ങൾ, മൈക്രോ എക്സ്പ്രഷനൊക്കെ നമ്മൾ പെട്ടെന്ന് സ്കാൻ ചെയ്യും. അപ്പോൾ അത് നമ്മളറിയില്ല അത്. ആ. എന്നിട്ട് എന്നിട്ട് നമ്മൾ സംസാരിക്കുന്ന മുഖം തിരിക്കും. ആ. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. മൈക്രോ എക്സ്പ്രഷൻ നമ്മൾ സ്കാൻ ചെയ്യും. കാരണം അപ്പോൾ സേഫ് ആണോ എന്ന് നോക്കാനാണ്. ഉം. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ചില വ്യക്തികൾക്ക് ടെൻഡർനെസ് ഉള്ള ആളുകളുണ്ട്. അത് അവർക്ക് കിട്ടിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും അവരുടെ ജനിതകമായ കാര്യം കൊണ്ടാണ് അവർക്ക് മനുഷ്യരോട് പെട്ടെന്ന് വിശ്വാസം ചിലരോട് വരാത്തത്. കാരണം ചിലർ അവർ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഓക്കെ. ഉം. പല കാര്യങ്ങളും. അപ്പോൾ മാത്രമല്ല അവർക്ക് ഒരു വേണ്ട തരത്തിലുള്ള ചില അറ്റാച്ച്മെൻറ്റ് കിട്ടാതെ ചില മനുഷ്യരുണ്ട്. ഉം. ഏർലി ലെവൽ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അവരതിനെ സ്കാൻ ചെയ്യും, ഓരോരുത്തർ പറയുന്ന വാക്കുകളൊക്കെ. ഈ സ്കാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാലിൻ നെറ്റ്വർക്ക് ഉം. ഫിൽട്ടറാണത്. ഉം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ വളരെ ലോ മൂഡിലിരിക്കുന്ന സമയത്ത് സാലിൻ നെറ്റ്വർക്ക് അയാളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്തായിരിക്കും? ചുറ്റുമുള്ളവരൊക്കെ പ്രശ്നമാണ്, എനിക്ക് ലോകത്താരും എൻ്റെ കൂടെ ഇല്ല എന്നുള്ളതാണ് ഉം. അതെ. ആ സമയത്ത്. എന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അങ്ങനെയല്ല തോന്നുക. ഒരാൾ വന്ന് അടുത്ത് കൈ കൊടുത്ത് എന്തൊക്കെ ചോദിച്ചാൽ നമുക്ക് ചായ കുടിക്കാന്ന് പറഞ്ഞു പോകുമ്പോൾ ഈ നെറ്റ്വർക്ക് ഉടനടി മാറി. ഉം. അപ്പോൾ നമ്മളങ്ങനെ ഇങ്ങനെയാണ് ഇതൊരു സ്ഥിരതയുള്ളതല്ല അത്. അപ്പോൾ എന്നാൽ ഈ പറഞ്ഞ കാറ്റഗറി പെടുന്ന ആളുകൾക്ക് നമ്മളിങ്ങനെ പറയുന്ന ആളുകൾക്ക് ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അബാൻമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ സേഫ്റ്റി കൂടുതൽ പ്രിക്കോഷൻ എടുക്കും. കാരണം അവരെപ്പോഴും ഈ സേഫ്റ്റി ചെക്കിങ് കൂടുതലുള്ളവരാണ്. ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ. അങ്ങനെ പറയുന്ന ആളുകൾ അവർ സേഫ്റ്റി ചെക്കിങ് ചെയ്യുമ്പോൾ ഉം. അവർക്ക് തോന്നും എന്നെ കൂടെയുള്ള ആൾ എന്നെ ഇട്ട് പോവും, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെയുള്ള ഒരു ഫീൽ. അതൊരു നെർവസ് സിസ്റ്റം തോന്നുന്നൊരു ഒരു ഒരു ടെൻഡർനെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സോഷ്യൽ ക്യൂസ് അവരെപ്പോഴും അല്ലെങ്കിൽ കൂടെയുള്ള ആളുടെ ക്യൂസ് നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ആൾ ചിലപ്പോൾ തലവേദന പിടിച്ചിരിക്കുമ്പോൾ എന്നോടുള്ള ശ്രദ്ധയില്ലാഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അവർക്ക് തോന്നും. ഓക്കെ. അവരങ്ങനെ ഡിസൈഡ് ആ ചെയ്യും. അത് അവരുടെ ഒരു പെർസെപ്ഷൻ അങ്ങനെ വരും. അത് ഉണ്ടാക്കുന്നത് അവരുടെ ബയോളജിയാണത്. പക്ഷെ ഞാനിപ്പം നമ്മളിപ്പോ റീൽസിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിപ്പോ സൈക്കോളജിസ്റ്റുകളുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഇവര് ഒരാളെ ടാർഗറ്റ് ചെയ്ത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് എന്ത് പറയാ, വട്ടം ചുറ്റുന്ന പോലെ ചുറ്റി കഴിഞ്ഞാൽ പിന്നെ പിടിവിടില്ല. അതായത് ഇവരുടെ വരുതിക്കാക്കി നിർത്തുക എന്നുള്ളൊരു സംഭവമാണ്. അങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ ഈ പെട്ടു പോകുന്നവർക്ക് ഇത് മനസ്സിലാവത്തുമില്ല. ഇവരിതിനകത്ത് കിടന്ന് വട്ടം കറങ്ങുകയും ചെയ്ത് ഇന്ന് പുറത്തു വരാൻ ഭയങ്കര പാടുവാന്നാണ് ഞാൻ 90% ഓഫ് ദ വീഡിയോസിലും കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ഇതുണ്ടല്ലേ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റ്ലർ പറഞ്ഞ പോലെയാണ്. ഹിറ്റ്ലർ എന്താണ് പറഞ്ഞിരുന്നറിയോ? ഈ ആര്യവർഗമാണ് നല്ലത്, ബാക്കി വർഗമൊക്കെ മോശമാണെന്നാണ്. അത് ജർമ്മനിയിൽ വ്യാപകമായിട്ട് യൂറോപ്പിലൊക്കെ പറഞ്ഞിട്ടാണ് ഹിറ്റ്ലറിനെ. ഇപ്പം ഞാനൊക്കെ ഇപ്പം അടുത്ത് യൂറോപ്പിലൊക്കെ പോയി വന്നപ്പോൾ അവിടെയുള്ള ആളുകൾ ഹിറ്റ്ലറിൻ്റെ ആരാധകരും ഒക്കെ അവിടെ കണ്ടു. ഇഷ്ടംപോലെ ആളുകൾ ഈ ജർമ്മനിയിലൊക്കെ ഉണ്ട്. കാരണം ഇത് മറ്റുള്ളവരൊക്കെ അപകടകാരികളാണെന്നുള്ള ഒരു വിശ്വാസം കൊടുക്കുകയാണ്. അതുപോലെയാണ് ഈ പറഞ്ഞിട്ടുള്ള നാർസിസ്റ്റ്. അപ്പോൾ നിങ്ങൾ നാർസിസ്റ്റ് സൂക്ഷിക്കണം.
അതെ, അതെ. അപകടകാരികളാണ്. ഇത് എന്ന് പറയുമ്പോൾ ഒരു ആൻറ്റി ഹ്യൂമൻ മെത്തേഡാണത്. എന്ന് വെച്ചാൽ കുറേ മനുഷ്യരെ കാറ്റഗറൈസ് ചെയ്ത് നാർസിസ്റ്റ് നിങ്ങൾ സൂക്ഷിക്കുക. OCD വലിയ കുഴപ്പമില്ല. ഉം. BPD അത് ഇങ്ങനെ ഇതാക്കണം. അല്ല ഇങ്ങനെ മനസ്സിലായി. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഒരാളെ ജീവിക്കാനുള്ള അവകാശമില്ലേ? ഇപ്പം ഞാൻ ആ. നാർസിസ്റ്റ് ആണെന്ന് കരുതുക. ഉം. എനിക്ക് ഇങ്ങനത്തെയുള്ള ടെൻഡൻസീസ് ഉള്ള ആളാണെന്ന് കരുതുക. അപ്പോൾ എൻ്റെ ഈ ഇതൊക്കെ മനസ്സിലാക്കിയ എനിക്ക് പരിചയമുള്ള ആളുകൾ പറയും, "നീ നാർസിസ്റ്റാണ്" എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിക്കാനുള്ള അവകാശം അവിടെ പോയി കിട്ടി. കാരണം ഇത് അപകടകാരിയുമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഉം. അപ്പം അവർക്ക് അവതരിപ്പിക്കാനുള്ള ധൈര്യം കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ആളുകൾക്ക് ഈ അവരിപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ തന്നെ ഒരു ഏതെങ്കിലും ജെമിനിയോ ഒക്കെ എടുത്ത് നോക്കുക. വാട്ട് ആർ ദ കാരക്ടറിസ്റ്റിക്സ് ഓഫ് നാർസിസ്റ്റ് അല്ലെങ്കിൽ സിംറ്റംസ് ഓഫ് നാർസിസം എന്ന് പറയുമ്പോൾ അത് കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ വരും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇന്നൊക്കെ സിംപ്റ്റംസ് നിങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ പങ്കാളിക്കുണ്ടോ എങ്കിൽ നാർസിസ്റ്റ്. അതിലാണ് അപകടമുള്ളത്. അപ്പോൾ നമുക്ക് ചില അബാൻഡ്മെൻറ്റ് ഫീലിംഗ് ഉള്ള മനുഷ്യരുണ്ടാവാം, അബാൻഡഡ് ആയിട്ടുള്ള മനുഷ്യരുണ്ടാവാം, അല്ലെങ്കിൽ ചില ചലഞ്ചസ് റിലേഷൻഷിപ്പിലുണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത മനുഷ്യരുണ്ടാവാം. ഒരിക്കലും ഒരാളോട് ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു മിസ്ട്രസ്റ്റ് തോന്നുന്ന മനുഷ്യരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ നാർസിസ്റ്റ് ആണെന്നോ BPD ആണെന്നോ ഒക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ ഒരു ഒരു എന്താ ചാപ്പ കുത്താന്ന് പറയും. ഈ ചാപ്പ കുത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അവർ അങ്ങനെയാണെന്ന് അങ്ങ് കരുതി അങ്ങ് ജീവിക്കും. അവരും അങ്ങനെയാണെന്ന് അവർ കരുതി. കരുതുമല്ലോ അത്. അല്ല, എൻ്റെ അനുഭവത്തിൽ ഞാൻ വളരെ നാസ്റ്റിക് ആയിട്ടൊരു ആളുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടുണ്ട്. റിലേഷനൊന്നും അല്ല, എനിക്ക് പരിചയമുള്ള ഒരാളാണ്. ആ. അപ്പം ഇയാൾ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആണ്. ഭയങ്കര മാനിപ്പുലേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഉദ്ദേശിച്ച കാര്യം നടക്കണം, വേറെ ഒന്നുമില്ല. അതിപ്പോൾ എങ്ങനെയെന്ന് പറയാം, വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മളെ ഡീൽ ചെയ്ത് നമ്മളിപ്പോൾ പറയുന്ന കാര്യം മാറ്റി പുള്ളി ഉദ്ദേശിച്ച വഴിയിൽ കൊണ്ട് എത്തിക്കും. ഇതൊന്നും ആദ്യം എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ഓക്കെ, അങ്ങനെ അങ്കി അങ്ങനെയെന്ന് പറഞ്ഞ് പോയി. പക്ഷേ പിന്നീട് പല കാര്യങ്ങളിലേക്ക് വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് മനസ്സിലായത്. അതായത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് ചെന്ന് നിർത്താൻ തുടങ്ങി. ഉം. ഞാൻ ഓടി രക്ഷപ്പെടുമായിരുന്നു. ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത രീതിയിൽ ഞാനങ്ങ് മാറി. പെട്ടെന്ന് എനിക്ക് എന്തോ ഭയങ്കര ടെൻഷനായി ഞാൻ. അന്നേരം എനിക്കിപ്പോൾ സാറ് പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഇതെല്ലാം പാവങ്ങളാ. അല്ല അങ്ങനെ പക്ഷെ ഞാൻ എൻ്റെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വഴിക്ക് ഇനി പോരുതെന്നുള്ളൊരു അല്ല ടെൻഷനായി ശരി, എനിക്ക്. അത് ഞാൻ ഗണേശനോട് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളെല്ലാവരും ആളിൽ പറ്റിച്ചിട്ടുണ്ട് ആ. ലൈഫിൽ ഇഷ്ടംപോലെ. കാരണം മനുഷ്യരങ്ങനെ എല്ലാം നല്ല രീതിയിൽ പെരുമാറുന്ന എപ്പോഴും ഞാനായാലും ശരി നമ്മളെല്ലാവരും നല്ല രീതിയിൽ പെരുമാറുന്ന എല്ലാം നല്ലതുള്ള എല്ലാം അങ്ങനെയുള്ളതല്ലല്ലോ. ഉം. ചില ആളുകൾ നമ്മളെ പലതരത്തിൽ ഉപദ്രവിച്ച മനുഷ്യരുണ്ട്. ഉം. നമ്മൾ നടന്നു പോകുമ്പോൾ പാമ്പ് കടിക്കില്ലേ, പൂച്ച, പട്ടി അല്ലെങ്കിൽ മറ്റുള്ള ജീവികൾ അല്ലെങ്കിൽ വൈറസ് വന്ന് നമ്മളെ ബാധിക്കുന്നില്ലേ. ഉം. ഇതുപോലൊക്കെ ഉണ്ട്. കാരണം ഇതിപ്പോൾ നമ്മളെ തോൽപ്പിക്കും മറ്റു ജീവികൾ തോൽപ്പിക്കുന്നില്ലേ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതെല്ലാം കുഴപ്പമാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല എന്ന് ഉദ്ദേശിച്ചു. നമ്മൾ അങ്ങനെ പലരെയും ചെയ്തിട്ടുണ്ടായിരിക്കും പല കാര്യത്തിലും. നമ്മൾ മാനിപ്പുലേഷൻ്റെ കാര്യം അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നത്. ആ. അപ്പോൾ ഇത് നമ്മളതിനെ നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഈ മനുഷ്യനെന്ന് പറയുന്നത് നല്ലതും ചീത്തയും എല്ലാം ഉള്ള ഒരുപാട് ഗുണങ്ങളും ട്രൈറ്റുകളും ഉള്ള ഒരു ജീവിയാണ്. സാർ ഇപ്പോൾ ഇത് പറയുമ്പോഴാണല്ലോ എനിക്ക് അയാളുടെ മുഖം ഇങ്ങനെ അല്ല അത് ശരിയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇപ്പോൾ എനിക്കും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആളുകൾ പറ്റിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു ജീവിയാണ്. ഇപ്പം ഞാനെന്ന് പറയുന്നത് ഒരു ഹോമോസാപ്പിയൻ എന്ന് പറയുമ്പോൾ ഞാനൊരു പുഴു പോലുള്ള ജീവിയാണ്. ഒരു പുഴു അല്ലെങ്കിൽ വൈറസൊക്കെ പോലുള്ള അങ്ങനെയുള്ള ഒരു സ്പീഷീസ് മാത്രമാണ്. ഉം. അപ്പോൾ അതാണ് നമ്മളെ പറ്റി മനസ്സിലാക്കേണ്ടത്, അത്രേ ഉള്ളൂ. അപ്പോൾ എന്ന് കഴിഞ്ഞാൽ നമ്മളെ ആളുകൾ പറ്റിക്കും അല്ലെങ്കിൽ ഉപദ്രവിക്കും, അതൊക്കെ ചെയ്യും. അപ്പോൾ അത് കരുതി നമ്മൾ അവരെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനുള്ള ഓരോ പേരുകളൊക്കെ ഓരോന്ന് കൊടുക്കുമ്പോൾ അത് ജനറലൈസ് ചെയ്ത് പറയുമ്പോഴാണ് അതിനൊരു തിന്മയായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്നെ ഒരാളിങ്ങനെ പറ്റിച്ചു, പക്ഷെ നമ്മൾക്കെപ്പോഴും ആ വ്യക്തിക്ക് ഇന്ന രീതിയിലുള്ള ഒരു പേര് ഇടണമെന്ന് നമുക്ക് തോന്നും. നമുക്ക് സമാധാനത്തിനാകും. ഉം. നമുക്കൊരു സമാധാനം അല്ല, ഞാൻ ആ പേര് ഇട്ടത് അതെ. ഇതിങ്ങനെ കേട്ടതിന് ശേഷം ഇയാൾ ഇങ്ങനെ തോന്നി. അതിനു മുന്നേ എനിക്ക് ഇതിന്റെ പേരൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ പുള്ളി ഇത് അതെ. ആ വഴിക്ക് ഇനി പോയില്ല. കാരണം എനിക്ക് മാത്രമല്ല. ഉണ്ടായിരിക്കും. ആ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില മനുഷ്യർ പലരെയും പറ്റിക്കുന്ന മനുഷ്യരുണ്ടല്ലോ. ചില ആളുകൾ എന്ന് വെച്ചാൽ പലരെയും ഒരുപാട് പേരെ കല്യാണം കഴിക്കുന്നവരുണ്ട് നന്നായിട്ട് പെരുമാറിയിട്ട്. ഒരുപാട് പേരെ ഇതാക്കുന്നു, ഒരുപാട് പേരെ പലതരത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇതാക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഹ്യൂമൻ നേച്ചറാണ് അതൊക്കെ. ഓക്കെ. ചിലരതൊന്നും ചെയ്യണമെന്നില്ല. ഉം.
അത് ഹ്യൂമൻ നേച്ചറാണ്. പക്ഷെ അതിന് കാറ്റഗറി നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശാസ്ത്രീയമായ രീതിയിലല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതോ അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ലോകത്തുണ്ട്. അതെ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കുക. ഓക്കെ സാർ. അപ്പൊ ഉം. അത്രയൊക്കെയാണ് ചോദിക്കാനുള്ളത്. ഞാൻ ഈ വിഷയത്തെ പറ്റി കുറെയൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് വന്നിരുന്നത്. പക്ഷെ അതിനപ്പുറം കുറെ കാര്യങ്ങൾ സാർ എനിക്ക് പറഞ്ഞു തന്നു. അതായത് ഞാൻ വിചാരിക്കാത്ത കുറെ ഉം. എന്താ പറയാ കുറെ ഏരിയാസ് എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഓക്കെ. താങ്ക് യു വെരി മച്ച്. ഓക്കെ. ഓക്കെ. ഗ്രേറ്റ്. ഓക്കെ. താങ്ക് യു. ഓക്കെ.